ഹലോ ഗൈസ്, ഇന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വിശദീകരിച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഹെയർ പാക്ക്, ഫേസ് പാക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചു. ഞാനൊരു ടൂള് കാണിച്ചു തരാം. കുറേ ടൂളുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. ഇത് ചിലത് ഫേസിനാണ്, ചിലത് ഹെയറിനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹെയറിന് ഒരു ഓയിൽ അപ്ലൈ ചെയ്യണം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ. ആർണിക്കയുടെ ഒരു ഓയിലാണ് ഇത്. ഇതിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറേ യൂസ് ചെയ്ത് 2 ബോട്ടിൽ തീർന്ന് ഞാൻ എപ്പോഴും യൂസ് ചെയ്താൽ ഇത് ഞാൻ സെറത്തിൻ്റെ കൂടെ കിട്ടുന്നൊരു സംഭവമാണ് കേട്ടത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്കാൽപ്പിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ പറ്റും. ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫുൾ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ബാക്കിലും ഫ്രണ്ടിലും എല്ലാത്തിലും അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു മസാജിങ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ സ്കാൽപ്പിലോട്ട് നമ്മൾ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് ഇത് നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് പണ്ട് മുതലേ പറയും, ഞാൻ തള്ളല്ല, സത്യമായിട്ടും തള്ളല്ല. കാരണം മുന്നേ തന്നെ മുടിയിൽ ഞാൻ പ്രത്യേകിച്ച് പണ്ട് മുതലേ ഞാൻ ഒന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള പാക്ക് ഇടും. അല്ലാതെ ഞാൻ പുറത്തുനിന്ന് ഇതുവരെ ഞാൻ ചുമ്മാ പറയും, നിങ്ങൾ കണ്ടാൽ പറയും ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തെങ്കിലും പാക്ക് ഇടും. പക്ഷേ ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെറുപ്പം മുതലേ ചെയ്യാറില്ല. ചെറുപ്പം മുതലേ എൻ്റെ ഹെയർ അത്യാവശ്യം ഇങ്ങനത്തെ ഒരു സിൽക്കി ടൈപ്പ് ഹെയറാണ്. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഹെയറാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഹെയറിൽ എന്താ ചെയ്യുന്നത്. ഞാൻ പുറത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഹോം റെമഡീസ്, വീട്ടിലുള്ള കറ്റാർവാഴ, അങ്ങനത്തെ കാര്യങ്ങൾ, കഞ്ഞിവെള്ളം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അതൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട്. ഇങ്ങനെ നിങ്ങൾ മസാജ് ചെയ്താൽ തന്നെ നമുക്ക് പകുതി റെഡി ആവും. ഇടയ്ക്ക് നമ്മൾ ഓയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ മസാജൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഞ്ഞീൻ്റെ വെള്ളമാണ്. ഇത് തലേദിവസം വെച്ച കഞ്ഞീൻ്റെ വെള്ളം, ഒന്ന് പുളിച്ച കഞ്ഞീൻ്റെ വെള്ളമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ 2-3 ദിവസമായിട്ട് വെച്ചതാണ്. കാരണം ഞാൻ മറന്നുപോയി. നമ്മളിവിടെ ആഴ്ചയിൽ 1-2 കുളിക്കുന്നുള്ളൂ, തല നനയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇവിടെയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കഞ്ഞീൻ്റെ വെള്ളം. ഞാൻ നാട്ടിലാകുമ്പോൾ കഞ്ഞീൻ്റെ വെള്ളം കറ്റാർവാഴ, ചെമ്പരത്തിൻ്റെ എല്ലാ ഉലുവ ഒക്കെ ഇടുമായിരുന്നു. പക്ഷേ ഇവിടെ ഈസിലി അവൈലബിൾ ഇതാണ് കഞ്ഞിൻ്റെ വെള്ളം. ബാക്കിയൊക്കെ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി മേടിക്കണം. അങ്ങോട്ട് ഒടുക്കത്തെ റേറ്റാണ്. അങ്ങോട്ട് ചീപ്പായിട്ട് നമുക്ക് ഇതെന്തായാലും നമുക്ക് കഞ്ഞി വെക്കണമല്ലോ, ചോറ് വെക്കണമല്ലോ. അങ്ങോട്ട് കഞ്ഞിൻ്റെ വെള്ളം നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ഞാൻ അപ്ലൈ ചെയ്തതാണത്. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നീട് ഹെയർ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് ഫേസിൽ പാക്ക് ഇടണം. അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ എന്താ പറയുക, ചിലർക്കൊക്കെ പെട്ടെന്ന് നീര് ഇറങ്ങില്ലേ, അവർക്ക് പെട്ടെന്ന് തന്നെ കളയാവുന്നതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഇത് ഭയങ്കര ഒരു അടിപൊളിയൊരു ഷാമ്പു പ്ലസ് കണ്ടീഷണർ കേട്ടോ. ഞാനിവിടെ തപ്പി കണ്ടുപിടിച്ചതാണ്. ഞാൻ ബൂട്ട്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. കാരണം അത്രയും അടിപൊളിയൊരു സംഭവമാണത്. എനിക്ക് ഭയങ്കര ഡാൻഡ്രഫൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് മാറി. അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. എന്നിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഞാനൊരു റോസ് വാട്ടറിൽ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. ഞാൻ ഫേഷ്യലൈസർ ചെയ്യാൻ പോവാണ്, ഫേഷ്യലിൻ്റെ ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം നന്നായിട്ട് നമുക്ക് നല്ല മോയ്സ്ചറൈസർ വേണം. അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്കാർസ് വരും മുഖത്ത്. എന്നിട്ട് നമ്മൾ ഈ ഫേഷ്യലൈസർ കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ചെയ്യാറ്. ഇവിടെ വന്നിട്ട് ഇന്നേ വരെ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഐബ്രോസ് എനിക്ക് ഐബ്രോസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഭയങ്കര ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിന്നായി പോവും. ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് അടിപൊളിയായിട്ട് ഐബ്രോ ത്രെഡ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. പിന്നീട് ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല. ഇത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. കുറേ വർഷമായിട്ട് 2-3 വർഷമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. ഇടയിൽ 1-2 നാട്ടിൽ നിന്ന് മാത്രമേ ചെയ്തുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ 1-1.5 വർഷമായി. ഇവിടെ ഒന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫേഷ്യലൈസർ ചെയ്യുമ്പോൾ നമ്മളൊരു 30 ഡിഗ്രി ആംഗിളിലൊക്കെ വെച്ചിട്ട് പിടിച്ചാൽ മതി. കാരണം ലെസ് ദാൻ 40 ഡിഗ്രി 45 ഡിഗ്രിയിൽ പിടിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്കാറാവാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഡിഗ്രി പിടിക്കേണ്ട, അങ്ങനെ നോക്കി പിടിക്കണം എന്നല്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് ഇതാക്കിയാൽ മതി, ഇല്ലെങ്കിൽ മുറിഞ്ഞു പോവും സ്കിന്ന്. അപ്പോൾ നന്നായിട്ട് ഇത് ചിലരെ വിചാരമുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് രോമം വളരും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എത്ര കാലമായി ചെയ്യുന്നത്, എൻ്റെ മുഖത്ത് രോമം ഭയങ്കര കുറവാണ്. അങ്ങനെ നമ്മളിതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫേസ് ഞാൻ റോസ് വാട്ടർ ഇട്ടിട്ടൊന്ന് ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിലും ഫ്രണ്ടിലൊക്കെ നന്നായിട്ട് കഴുത്തിൻ്റെ എല്ലൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു പാക്ക് ഇടാനുള്ളതാണ്.
ഭയങ്കരമായിട്ട് ചളിയുണ്ട് കേട്ടോ. വിളിച്ചിട്ട് 2-3 ദിവസമായി. അങ്ങനെ വീണ്ടും നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നു. എന്തിനാണത്? എന്തിനാണെന്ന് വെച്ചാൽ ഫേഷ്യൽ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫേഷ്യൽ യോഗ ഇത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ അടുത്ത് കുറേ കാലമായിട്ട് ഞാൻ ചെയ്യുന്ന 3 മാസമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ചിലപ്പോൾ സ്കിപ്പായി പോകുമെങ്കിലും നിങ്ങൾ മാക്സിമം സ്കിപ്പ് ആവാതെ ഈ സ്റ്റെപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു വിസിബിൾ റിസൾട്ട് കാണാൻ നോക്കിയേ. നമ്മളെ ഈ ഐബ്രോസൊക്കെ ഇപ്പോൾ തന്നെ ലിഫ്റ്റ് ആവുന്നതാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഞാൻ ചെയ്യാറുണ്ട്, ചുമ്മാ പറയുന്നതല്ല. ഞാനത് 3 മാസമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നതാണ്. ഇടയ്ക്ക് ഒരു സ്കിപ്പ് അടിച്ച്, കാരണം ഞാൻ ട്രിപ്പിനൊക്കെ പോയിട്ട് അങ്ങനെ മടി പിടിച്ച് ഫേസ് നമ്മൾ ഈ ഒരു ഫേസ് യോഗ എന്നും ഫേഷ്യൽ എക്സസൈസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. എങ്കിലും ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന പോലെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ടൂൾസ് ഉപയോഗിക്കാതെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, ആദ്യം ചെയ്ത് കാണിക്കുന്നത്. ഫിംഗർ വെച്ചിട്ട് നമുക്കെല്ലാം ചെയ്യാം. പക്ഷേ ഞാൻ കുറച്ച് ടൂൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ചുണ്ടൊക്കെ ഇങ്ങനെ ചെയ്യണം, കാരണം ഫൈൻ ലൈൻസൊക്കെ വരും. അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മാറ്റാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ ചെയ്താൽ ഇത് നമ്മുടെ അറിയാലോ മറ്റേത് ചുവലൈൻ മുഖ്യമേഖല. എനിക്ക് ഭയങ്കര ഇപ്പോൾ ഭയങ്കരമായിട്ട് തടിച്ചു. ഞാനൊരു 3-4 മാസം മുന്നേ ഉള്ള ഞാനല്ല ഇപ്പം കളഞ്ഞ. അങ്ങനെ നല്ല ഞാൻ തടിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് നല്ല തടി കുറയണം. ഫേഷ്യൽ യോഗ എനിക്ക് ഡബിൾ ചിന്നൊക്കെ വന്ന് അതൊക്കെ ഇനി മാറ്റിയെടുക്കണം ഇൻഷാ. ഇതാണ് ടൂൾസ് വെച്ചിട്ട് ചെയ്യാനുള്ളത്. നമ്മൾ ഇത് ഇത് റോളറാണ്. ഇത് നമ്മൾ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്കിത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിത് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന പോലെ. പിന്നെ യൂട്യൂബിൽ വേറെ അടിച്ചു കൊടുത്ത നല്ല വീഡിയോസൊക്കെ കിട്ടും. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഫേസിൽ ഗ്ലോ വരണമെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടും നമ്മുടെ മുഖത്ത്. അപ്പം നമുക്ക് സ്കിന്ന് ബ്രൈറ്റ് ആവും. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യാം. ഇത് സെക്കൻഡ് ടൂളാണ്. ഇത് ടു ബി ഫ്രാങ്ക് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ എങ്കിലും ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതും നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇതും അത് രണ്ടും വേറെ മേടിച്ച കേട്ടോ. ഇതും സെയിം ഒരു യൂസാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഹെവി ആയിട്ട് കുറച്ചും കൂടി നമ്മൾ സ്കിന്നിന് കുറച്ച് പിടിക്കുന്ന പോലെ തോന്നും, കാരണം കുറച്ചും കൂടി ടൈറ്റായ പോലെ തോന്നും ഇത് ചെയ്യുമ്പം. ഇത് നമ്മൾ കഴുത്തിലും എവിടെയും എല്ലായിടത്തും ചെയ്യാവുന്നതാണ്. ഈ സാധനം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മെറ്റലിൻ്റെയാണ് കേട്ടോ. ഇത് നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ വെച്ചിട്ട് വാട്ടറിൽ വെച്ചിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അവിടെ ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര നല്ല റിലീഫായിരിക്കും. അത് നല്ലതാണ്. ഞാൻ പിന്നെ രാവിലെ ഐസ് റോൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോഴും അത് ഞാൻ ഇതിൽ വന്നിട്ടില്ല, കാരണം കിച്ചണിലാണ് ഐസ് റോൾ. ഈ എന്താ പറയുക, ഐസ് ക്യൂബ് വയ്ക്കുമല്ലോ കണ്ണിൻ്റെ ഫേസിൽ ഫുൾ ഐസ് വെക്കാറുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അടിപൊളി പേരല്ലേ. ഇത് നമ്മൾ നന്നായിട്ട് ഇതും നമ്മൾ ഈ ഒരു കാണിക്കുന്ന പോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഫേസ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യും, ബ്ലഡ് ഫ്ലോ കൂട്ടും. ഇത് അടിപൊളിയാണ്. ഇത് മേടിക്കുന്നത് ഏറ്റവും നല്ലതാണ്, കാരണം കുറേ കൈ കൊണ്ടൊക്കെ ചെയ്തതിന് കൈ നമുക്ക് വേദനിക്കാൻ തുടങ്ങും. പക്ഷേ ഇത് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൊള്ളാം. പിന്നെ നമ്മൾ അടുത്തത് ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. അത് ഞാൻ അതിൽ കാണിച്ചില്ല, സ്കിപ്പായിപ്പോയി. ഇതിലെന്താണെന്ന് വെച്ചാൽ തൈരുണ്ട്, ഇച്ചിരി ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് മുൾട്ടാനി മിൽറ്റി ഞാൻ അത് നാട്ടിൽ നിന്ന് കൊണ്ടതാണ്. പിന്നെ ഇത് വന്നിട്ട് ഓട്സ് പൊടിച്ചതാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിത് ആഴ്ചയിൽ 2 ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്നൊരു വിശദീകരിച്ച് വിളിക്കുകയാണ്, അതാണിത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ടൊരു 10-15 മിനിറ്റ് അങ്ങ് വെച്ചാൽ മതി. ഞാൻ മിക്കവാറും ഈ ഒരു കേട് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ഏജൻറ്റാണ്. എൻ്റെ സ്കിൻ ടോൺ ഏകദേശം സത്യം പറഞ്ഞാൽ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ നല്ല ബ്രൈറ്റായി എന്നല്ല പറയുന്നത്, പക്ഷേ ഞാൻ സ്കിൻ കെയർ കുറച്ച് സെറംസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് 2-3 ഷെയ്ഡ് എനിക്ക് മാറിയിട്ടുണ്ട്. പണ്ട് ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു എൻ്റെ സ്കിൻ. എന്നെ ചെറുപ്പത്തിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇടയിൽ വന്നപ്പോൾ അങ്ങ് ഡള്ളായിപ്പോയി ഫുള്ളായിട്ട്. പിന്നെ അങ്ങ് ഇപ്പോഴാണ് കുറച്ചും കൂടി ബ്രൈറ്റ് ആവാൻ തുടങ്ങിയത്. സ്കിൻ കെയർ ഒക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യുന്നില്ല, എങ്കിലും ഞാൻ അത്യാവശ്യം ചെയ്യാറുണ്ട്. സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഒരു പൊടിക്ക് ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നിയത്. എന്നിട്ട് എന്താണെങ്കിൽ നമ്മൾ ഈ ചെവിയിലും കഴുത്തിലൊക്കെ ഇടണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ആ ഒരു ടാനൊക്കെ മാറി കിട്ടുള്ളൂ. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം.
കുളിച്ചതിന് ശേഷം ഇതാണ് കേട്ടോ കോലം. കുളിച്ചിട്ട് കുറേ നേരമായി ഞാൻ പുറത്തൊക്കെ പോയി ഷട്ടിലൊക്കെ കളിച്ചിട്ട് വന്നിട്ട് ഡള്ളായിട്ടുള്ള കോലാണിത്. ഞാൻ ഹെയറിൽ വേറെ ഒന്നും തേച്ചിട്ടില്ല, ഹെയർ സെറം ഒന്നും തേച്ചിട്ടില്ല. എൻ്റെ ടെക്സ്ചർ പൊതുവെ ഇങ്ങനെയാണ്. അപ്പം ഞാൻ പാക്ക് മൂടി ഇടുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം വേണമെങ്കിൽ എന്തായാലും ചെയ്ത് കളയുന്ന സാധനമാണ്, അത്രയും ഗുണമുള്ള സാധനമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കഞ്ഞിൻ്റെ വെള്ളത്തോടെ കുറേ സംഭവങ്ങളൊക്കെ ഇടണം, ഞാൻ വേറെ വീഡിയോയിൽ പറയാം. പക്ഷേ ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ, കാരണം ഇവിടെ നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത വീഡിയോ വരെ ബൈ ബൈ.